കുറെ ദിവസങ്ങളായി നാം ദിനം പ്രതി കേൾക്കുന്ന വാർത്തയായിരുന്നു അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയത്. ഇന്നലെ ആയിരുന്നു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നത്. നമുക്കറിയാം, മുമ്പ് ബാബറി മസ്ജിദ് എന്ന മുസ്ലിം പള്ളി പൊളിച്ചാണ് അവിടെ ഇപ്പോൾ രാമക്ഷേത്രം പണിഞ്ഞിരിക്കുന്നതിനുള്ള ആക്ഷേപം ഈ സമയം ഉയരുക തന്നെ ചെയ്യുകയാണ്. 1992 ഡിസംബർ 6-നാണ് സംഘപരിവാർ ഉൾപ്പെടെയുള്ള ഹിന്ദുത്വവാദികൾ അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർത്ത് കളഞ്ഞത്. അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് രാമമന്ദിർ ഉയർന്നപ്പോൾ ഇന്ത്യയിലെ ഹിന്ദുത്വവാദികൾ 1992 ഡിസംബർ 6 എന്ന തീയതി സൗകര്യപൂർവ്വം മറന്നു, മനഃപൂർവ്വം മറന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. 1992 ഡിസംബർ 7-ന് ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ സംഘപരിവാറിനെതിരെ പ്രതിഷേധിച്ച് നിരവധി ആളുകൾ രംഗത്ത് വന്നിരുന്നു. ബാബറി മസ്ജിദിന് നീതി ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുവന്ന ആളുകൾ ഇന്ന് ഇപ്പോൾ രാമരാജ്യത്തെ വാഴ്ത്തി പാടുകയാണെന്നതാണ് മറ്റൊരു ആക്ഷേപം. എന്തായാലും രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിവാദങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വഴിയൊരുക്കിയിരുന്നു. ഇപ്പോഴിതാ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് കാസർഗോഡ് കുഡ്ലു ഗോപാലകൃഷ്ണ ഹൈസ്കൂളിന് അവധി നൽകിയ സംഭവമാണ് വൻ വിവാദത്തിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. സർക്കാരിന്റെ ഔദ്യോഗിക അറിയിപ്പില്ലാതെയാണ് കാസർഗോട്ടെ കുഡ്ലു ഗോപാലകൃഷ്ണ ഹൈസ്കൂൾ അവധി പ്രഖ്യാപിച്ചത്. കേരളത്തിൽ എല്ലാ സ്കൂളുകളും ഇന്നലെ തുറന്നു പ്രവർത്തിച്ചപ്പോൾ കാസർഗോട്ടെ ഈ സ്കൂൾ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അവധി നൽകുകയും ചെയ്തു. സംഭവത്തിൽ ഉടനടി അന്വേഷണം വേണമെന്നും അതേപോലെ റിപ്പോർട്ട് നൽകണമെന്നും വിദ്യാഭ്യാസ മന്ത്രി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അന്വേഷണത്തിനായി 24 മണിക്കൂർ സമയമാണ് മന്ത്രി ഇതിനകം നൽകിയിരിക്കുന്നത്. അതിനകം തന്നെ വിശദീകരണവും റിപ്പോർട്ടും നൽകിയില്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. അയോധ്യ പ്രാണപ്രതിഷ്ഠയുടെ പേരിലാണ് കുഡ്ലുവിലെ ശ്രീ ഗോപാലകൃഷ്ണ ഹൈസ്കൂളിന് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചത്. സാധാരണ പ്രാദേശിക ഉത്സവമോ ദുരന്തങ്ങളോ വരുമ്പോഴാണ് സ്കൂളുകൾക്ക് പ്രാദേശിക അവധി നൽകാറുള്ളത്. ഇതിനായി ആദ്യം ചെയ്യേണ്ടത് ഡിഒയുടെ കയ്യിൽ നിന്ന് അവധി വാങ്ങുകയാണ് വേണ്ടത്. എന്നാൽ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ എന്തിനാണ് കാസർഗോട്ടെ സ്കൂളിന് പ്രാദേശിക അവധി നൽകിയതെന്ന ചോദ്യവും വിമർശനങ്ങളൊക്കെ ഇവിടെ ഉയരുകയും ചെയ്യുന്നുണ്ട്. അവധി നൽകുന്നതുമായി ബന്ധപ്പെട്ട് BJP നിയന്ത്രണത്തിലുള്ള മാനേജ്മെന്റ് പ്രകാരം പ്രധാന അധ്യാപകൻ ഡിഒയ്ക്ക് അപേക്ഷ നൽകിയിരുന്നു എന്ന്. ഇതേ തുടർന്ന് PTA പ്രസിഡന്റും എക്സിക്യൂട്ടീവ് അംഗങ്ങളും മധുർ പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ മധുർ പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളും ഒക്കെ ചേർന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അവധി നൽകുന്നു എന്ന് കാണിച്ച് ഇവർ അപേക്ഷ നൽകിയത്. പകരം ഫെബ്രുവരി 3-ന് പ്രവൃത്തി ദിനമായി നൽകുമെന്നും അപേക്ഷയിൽ പറഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിനം നൽകിയ അപേക്ഷയിൽ അവധിക്ക് അനുമതി നൽകിയില്ല എന്നാണ് അധികൃതർ പറയുന്നത്. ഹെഡ്മാസ്റ്ററാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നിർദ്ദേശം പോലും ഇല്ലാതെ ഇത്തരമൊരു നടപടി എടുത്തത്. പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ് അവധി നൽകുന്നതെന്നാണ് ഡിഒയ്ക്ക് നൽകിയ അപേക്ഷയിൽ ഹെഡ്മാസ്റ്റർ വ്യക്തമാക്കിയത്. അങ്ങ് അയോധ്യയിൽ നടക്കുന്ന ചടങ്ങിന് കുഡ്ലുവിൽ പ്രാദേശിക അവധി നൽകുന്നത് എന്തിനാണ്? ചട്ടവിരുദ്ധമായ അവധി നൽകുന്നതിനുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുമെന്നുമൊക്കെ മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. സ്കൂളിൽ പ്രാദേശിക അവധി നൽകാൻ ഹെഡ്മാസ്റ്റർക്ക് അധികാരമുണ്ട് എന്നും പകരം മറ്റൊരു ദിവസം പ്രവർത്തിക്കുമെന്നൊക്കെയാണ് സ്കൂളുമായി ബന്ധപ്പെട്ട ആളുകൾ വിശദീകരണം നൽകുന്നത്. എന്നാൽ അനുമതിയില്ലാതെ സ്കൂൾ മാനേജ്മെന്റ് രാത്രി സ്കൂളിന് പ്രാദേശിക അവധി അങ്ങനെ പ്രഖ്യാപിക്കുകയും ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക നിർദ്ദേശമില്ലാതെ അവധി നൽകിയ സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാനും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഇതിനകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും സംഘപരിവാർ തീരുമാനങ്ങൾ സംസ്ഥാനത്ത് നടപ്പാക്കാൻ ഒരുങ്ങിയതിന്റെ തെളിവാണ് സ്കൂളിന് അനുമതിയില്ലാതെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ച ഹെഡ്മാസ്റ്റർ നിലപാടും എന്നത് വ്യക്തം തന്നെയാണ്. അതേസമയം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തുകയും ചെയ്തു. ആരാധനാലയത്തിന്റെ ഉദ്ഘാടനം സർക്കാർ പരിപാടിയായി കൊണ്ടാടുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്. ഈ അവസരം മതേതരത്വവും സാഹോദര്യവും മതവും ഭാഷകളും പ്രാദേശികവുമായ ഐക്യവും ഊട്ടിയുറപ്പിക്കാനുള്ള അവസരമായി കാണണമെന്നും ഇന്ത്യ ശാസ്ത്രപരതയിലൂടെ മാനവികതയിലൂടെ പരിഷ്കരണങ്ങൾക്കുള്ള മനസ്സോടെ മുന്നോട്ട് കുതിക്കട്ടെ എന്നും വീഡിയോ സന്ദേശത്തിലൂടെ മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. മതനിരപേക്ഷതയാണ് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ആത്മാവ്. സ്വാതന്ത്ര്യ സമരകാലം മുതൽ അത് രാജ്യത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗം. വിശ്വാസികളും ഏതെങ്കിലും മതത്തിന്റെ വിശ്വസിക്കാത്തവരും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു. ഈ രാജ്യത്ത് എല്ലാ വിഭാഗക്കാർക്കും തുല്യാവകാശമാണ്. മതവിശ്വാസം സ്വകാര്യ കാര്യമാണ്. എല്ലാ വിഭാഗക്കാരും തുല്യാവകാശം അനുഭവിക്കുന്നു എന്ന് ഭരണഘടന അനുസരിച്ച് പ്രതിജ്ഞയെടുത്ത് അധികാരത്തിലേറ്റുന്നവർ ഓർക്കണം. ഒരു മതത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കരുത്. ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ഇന്ത്യയുടെ മതേതരത്വം എന്നാൽ മതവും രാഷ്ട്രവും വിഭിന്നമാണ് എന്നതാണ്. അത് നിലനിർത്തിയ പാരമ്പര്യമാണ് നമുക്ക് ഉള്ളത്. രാഷ്ട്രവും മതവും തമ്മിലുള്ള അതിർവരമ്പ് ഇപ്പോൾ ചുരുങ്ങി വരുന്നു. ഭരണഘടനാ സ്ഥാനങ്ങൾ വഹിക്കുന്നവർ മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് വിലക്കിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കാരണം അത് മതേതര മൂല്യങ്ങളെ ചോദ്യം ചെയ്യുന്ന പ്രക്രിയ ആയിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് നാം പിന്നോട്ട് പോയതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി.
അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയതരം പോസ്റ്റുകളൊക്കെ ഉയരുകയും ചെയ്തിരുന്നു. ഒരു വിഭാഗം രാമക്ഷേത്രം ആഘോഷമാക്കിയപ്പോൾ ഒരു വിഭാഗം ബാബറി മസ്ജിദിനെ ഓർമ്മിക്കപ്പെടണം എന്ന തരത്തിലൊക്കെ സ്റ്റാറ്റസുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ സജീവമാക്കി രംഗത്ത് വരികയും ചെയ്തിരുന്നു. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ഭരണഘടനയുടെ ആമുഖം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പങ്കുവച്ച മലയാള സിനിമാ പ്രവർത്തകർ അങ്ങനെ രംഗത്തെത്തി. അഭിനേതാക്കളായ പാർവതി തിരുവോത്ത്, റിമ കല്ലിങ്കൽ, ദിവ്യപ്രഭ, കനി കുസൃതി, ദർശന രാജേന്ദ്രൻ, സംവിധായകരായ ജിയോ ബേബി, ആഷിഖ് അബു, കമൽ, ഗായകൻ സൂരജ് സന്തോഷ് തുടങ്ങിയ നിരവധി പേരാണ് ഭരണഘടനയുടെ ആമുഖം പങ്കുവച്ചത്. അതേപോലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട BR അംബേദ്കർ നടത്തിയ പ്രസംഗത്തിന്റെ വാർത്ത ഷെയർ ചെയ്തുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തി നിരവധി ആളുകൾ രംഗത്തെത്തി. ചരിത്രം ആവർത്തിക്കുമോ അത് തന്നെ ഉത്കണ്ഠാകുലനാക്കുന്നു എന്ന വാചകത്തിൽ ആരംഭിക്കുന്ന പ്രസംഗത്തിലെ ഈ ഭാഗം അവസാനത്തുള്ളി രക്തവും നൽകിയും സ്വാതന്ത്ര്യം നാം കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞാണ് അവസാനിക്കുന്നത്. രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ മലയാളത്തിലെ സിനിമാ പ്രവർത്തകർ അങ്ങനെ ഭരണഘടനയുടെ ആമുഖവും പങ്കുവച്ച് രംഗത്തെത്തിയപ്പോൾ അംബേദ്കറിന്റെ പ്രസംഗം പങ്കുവച്ച് നിരവധി ആളുകളും സോഷ്യൽ മീഡിയയിൽ അങ്ങനെ സജീവമായിരുന്നു. എന്തായാലും രാമക്ഷേത്രത്തെ അനുകൂലിക്കുന്നവരും രാമക്ഷേത്രത്തെ എതിർക്കുന്നവരും നിരവധി ആളുകൾ തന്നെയുണ്ട്. എന്തായാലും ഈ ഒരു വേളയിൽ ബാബറി മസ്ജിദിനെ ഓർമ്മിക്കുകയാണ് നിരവധി ആളുകളും.